السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൻ്റെ ഏറെ പുണ്യങ്ങൾ പെയ്തുകൊണ്ടിരിക്കുന്ന രാപ്പകലിലൂടെയാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നാം നിർവഹിച്ച ഓരോ നോമ്പും തറാവീഹ് നമസ്കാരവും മറ്റു ദാനധർമ്മങ്ങളും പുണ്യങ്ങളുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ റമളാൻ മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിനെക്കുറിച്ച് ഉലമാക്കൾ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഷഹ്റു റമളാൻ ബൈന ഷുഹൂരി യൂസുഫ ബൈന ഇഖ്വതിഹിന്ന്. റമളാൻ മാസം മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകനാണല്ലോ യൂസുഫ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന് 12 മക്കളായിരുന്നു യാക്കൂബ് നബിക്ക്. ആ 12 മക്കളിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണോ വേറിട്ട് നിൽക്കുന്നത്, വ്യത്യസ്തമാകുന്നത്, അതുപോലെയാണ് 12 മാസങ്ങളിൽ നിന്ന് പരിശുദ്ധ റമളാൻ വേറിട്ട് നിൽക്കുന്നത് എന്ന് ഉലമാക്കൾ റമളാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും പഠിപ്പിച്ചു തരാൻ വേണ്ടി ഉപമകൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ്. നരകമോചനത്തിൻ്റെ മാസമാണ്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുകയും നരകത്തിൻ്റെ 7 കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ്. അങ്ങനെ ഏറെ പ്രാധാന്യമുള്ള മാസമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈ റമളാനിലുള്ള നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ, നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള കർമ്മങ്ങളെല്ലാം അതൊക്കെ അള്ളാഹു നമ്മൾ അരികിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ അല്ലേ എന്ന് നമുക്കറിയില്ല. ഉലമാക്കൾ പറയാറുണ്ട്, ലാ തുക്സിർ കസ്റത്തൽ അമൽ. ധാരാളം നന്മകൾ ചെയ്തു, അമലുകൾ ചെയ്തു എന്നതിനെക്കുറിച്ച് ലാ തസിഖ്, നീ എന്ത് ചെയ്യരുത്, അതിനെക്കുറിച്ച് ആത്മനിർവൃതി, ആത്മവിശ്വാസം, മേന്മ പറയരുത്. എന്നെപ്പോലെ നോമ്പ് നോറ്റവൻ ആരുണ്ട്, എന്നെപ്പോലെ നമസ്കരിക്കുന്നവൻ ആരുണ്ട്, എന്നെപ്പോലെ സക്കാത്തും സ്വതക്കയും മറ്റു പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുന്നവൻ ആരുണ്ട്, ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ എത്രപോലെ പുണ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ആത്മവിശ്വാസം അമൽ ചെയ്തുകൊണ്ട് നിനക്കുണ്ടാവാൻ പാടില്ല. കാരണം ഇന്നക ലാ തദ്രി അയുഖ്ബലു അൻക അം ലാ, ആ അമലുകളെല്ലാം അള്ളാഹു നിന്റെ അടുക്കൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ നിനക്കറിയില്ല. അവർക്കറിയില്ലല്ലോ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന്.
നമ്മൾ എന്ത് ദുനിയാവിൽ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ റിസൾട്ട് വരും. റിസൾട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാറുള്ളൂ, അല്ലെങ്കിൽ എത്രമാത്രം സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ജീവിതത്തിൽ നിർവഹിക്കുന്ന, നാളെ പരലോകത്തേക്ക് നമ്മൾ നിർവഹിക്കുന്ന ഈ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഉലമാക്കൾ പറയണം, അങ്ങനെ ആത്മവിശ്വാസം ഉൾക്കൊള്ളുന്നവനായി നീ ജീവിക്കണ്ട. വലാ തഅ്മൻ ദുനൂബക, അതുപോലെ തന്നെ നീ കുറേ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, പാപങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എനിക്കൊരു ശിക്ഷ ഒന്നും വരുന്നില്ലല്ലോ അതിൻ്റെ പേരിൽ, എന്നിട്ടും എനിക്ക് ധാരാളം നന്മകളും ഹൈറുകളാണല്ലോ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും പല അബദ്ധങ്ങളും വീഴ്ചകളും ഞാൻ ചെയ്തു പോയിട്ടും എനിക്ക് ബറക്കത്തൊന്നും ലഭിക്കുന്നതിൽ നിന്ന് ഒരു കുറവും വരുന്നില്ല എന്ന് നീ നിർഭയനായി ജീവിക്കണ്ട എന്ന് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കാറുണ്ട്. അത് നമ്മുടെ മുൻഗാമികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബികൾക്കും സ്വഹാബ വനിതകൾക്കൊക്കെ ആ പേടിയുണ്ടായിരുന്നു. അവർ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണെങ്കിലും പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരാണെന്നുള്ള വിശേഷണം അവർക്ക് മുൻകൂട്ടി സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടെങ്കിലും പോലും അവരുടെ മരണവേളകളിൽ പോലും അവർക്ക് വല്ലാത്ത ബേജാറുണ്ടായിരുന്നു. അടച്ചവനെ, മരിക്കുന്ന സമയത്ത് മുഅ്മിനായിക്കൊണ്ട് സ്വർഗത്തിൻ്റെ അവകാശിയായിക്കൊണ്ട് മരിച്ചു പോകുമോ എന്നുള്ള പേടിയും ബേജാറും അവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചു നോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അവസാന നാള്, അവരുടെ മരണത്തിൻ്റെ സക്കറാത്തിൻ്റെ ഹാലിൽ അവിടുത്തെ കാണാൻ വരുന്നുണ്ട്. ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കാണാൻ വരുന്നുണ്ട്. നബിയുടെ കുടുംബമാണല്ലോ. അങ്ങനെ ആയിഷ റളിയല്ലാഹുവിന്റെ മരണത്തോടിൻ്റെ അവസാനത്തെ സമയത്താണ്, നിമിഷത്തിലാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ കാണാനുള്ള പെർമിഷൻ ചോദിച്ചു. ആദ്യമൊന്നും ആയിഷ ബീവി സമ്മതിച്ചില്ല. പിന്നെ പറഞ്ഞു, ഇബ്നു അമ്മി റസൂലുള്ളാഹിയുടെ പിതൃവ്യൻ്റെ മകനാണ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത്, പെർമിഷൻ കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ അവസാനം ആയിഷ ബീവി പെർമിഷൻ കൊടുത്തു. അപ്പോൾ ആയിഷാവും അങ്ങനെ സഖറാത്തിൻ്റെ ഹാലിലാ, മരണാസന്നമായ സമയത്ത് ആയിഷ ബീവിയെ കണ്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ശിരി യാ ഉമ്മ, നിങ്ങൾ സന്തോഷിക്കണം, മരണത്തിൻ്റെ അവസാന നിമിഷത്തിലാണ്. അതിൻ്റെ ബേജാറിലും നെടുവീർപ്പിലും ദുഃഖത്തിലുമായിക്കൊണ്ട് കഴിയുന്ന ആയിഷ ബീവിയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ അബ്ശിരി, നിങ്ങൾ സന്തോഷിക്കണം. കാരണം സൗജത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് നിങ്ങൾ. തീർന്നില്ല, വലം യൻകിഹ് ബിക്റൻ ഗൈരിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുണ്ട്. ആ വിവാഹം ചെയ്തതിൽ കന്യകയായി വിവാഹം ചെയ്തത് നിങ്ങളെ മാത്രമാണ്. മറ്റുള്ള സ്ത്രീകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത് അവരൊക്കെ മുമ്പ് വിവാഹം ചെയ്തിരുന്നു. പക്ഷേ മുമ്പ് വിവാഹം ചെയ്യാതെ ആദ്യമായി വിവാഹം ചെയ്തത്, ഒരു കന്യകയായി വിവാഹം ചെയ്തത് ഉമ്മ നിങ്ങളെയാണ് എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുകയാണ്. തീർന്നില്ല, വനസല ഉദ്രിക മിനസ്സമായി ഫലം യജ്ദൂ മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബൻ ഫകാന ദാലിക ബിസബബിക വബിബറകതിക. ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇളവ് നൽകിക്കൊണ്ട് ഒരു ആയത്ത് പോലും നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. വെള്ളം കിട്ടാത്ത സമയത്ത് വുളൂഇന് പകരം തയമ്മും ചെയ്യണമെന്നുള്ള ആയത്ത് നിങ്ങളെ കാരണം കൊണ്ടും നിങ്ങളുടെ ബറക്കത്ത് കൊണ്ടാണ് ഉമ്മ ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഒരു ഇളവായ തയമ്മും എന്നുള്ള നിയമം നിശ്ചയിച്ചു തന്നത് നിങ്ങളെ കാരണം കൊണ്ടും നിങ്ങളെ ബറക്കത്ത് കൊണ്ടാണ് ഉമ്മ എന്ന് പറഞ്ഞു. തീർന്നില്ല, ഫഅൻസലല്ലാഹു ബറാഅതിക മിൻ ഫൗഖി സബ്ഇ സമാവാതിൻ ഫലൈസ മസ്ജിദുൻ യുദ്കറു ഫീഹില്ലാഹു ഇല്ലാ വശഅനുക യുത്ലാ ഫീഹി ആനാ അല്ലൈലി വഅത്റാഫൻ നഹാർ. തീർന്നില്ല, നിങ്ങളെക്കുറിച്ച് മദീനയിലുള്ള പല ആളുകളും വേണ്ടാത്ത ആരോപണമുണ്ടാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നിങ്ങളെ സംശയിച്ചു പോയി.
വ്യഭിചാരാരോപണം ഉണ്ടാക്കി നിങ്ങളെക്കുറിച്ച് മദീനയിലുള്ള മുനാഫിക്കീങ്ങൾ. പ്രവാചകൻ പോലും അതിലൊരു അസംതൃപ്തി ഉണ്ടായി, സംശയമുണ്ടായി. അപ്പോൾ താങ്കൾ നിരപരാധിയാണെന്ന് ആകാശ ലോകത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ഇന്നും ആ ആയത്ത് എല്ലാ പള്ളികളിലും 5 നേരം രാവിലെയും വൈകുന്നേരം ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല വചനമാണ്. അത്രമാത്രം മഹത്വവും പ്രാധാന്യവും ശ്രേഷ്ഠതയും എല്ലാം കൊണ്ടും ഉള്ള ഉമ്മ, ഈ മരണസമയത്ത് നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്, പേടിക്കുന്നത്? നിങ്ങൾ സന്തോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, യാ ഇബ്നു അബ്ബാസ് ദഅനി മിൻക വമിൻ തസ്കിയതിക ഫവല്ലാഹി ലവത്തു അന്നി കുന്തു നസിയം മൻസിയ. ഇബ്നു അബ്ബാസ്, നീ ഇവിടുന്ന് പോകണം. നിന്റെ തസ്കിയത്തൊന്നും വേണ്ട, നിന്റെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. നീ എന്നെ പറ്റി ഇതിങ്ങനെ സന്തോഷമുള്ള വാക്കുകളൊന്നും പറഞ്ഞ, പ്രശംസകളുടെ വാക്കുകളൊന്നും എനിക്ക് വേണ്ട. എനിക്കൊരു അറിയപ്പെടാതെ, ആരും തന്നെ എന്നെക്കുറിച്ച് പറയപ്പെടാത്ത രൂപത്തിൽ മറക്കപ്പെട്ടവളായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുവാനാണ് എനിക്കിഷ്ടമെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ മരണത്തിന്റെ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഉപദേശമാണ്. അവരൊക്കെ അത്രമാത്രം പേടിച്ചിരുന്നു, എൻ്റെ അന്ത്യം എന്തായിരിക്കും, എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമോ, എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവനായിക്കൊണ്ടാണോ ഞാൻ ലോകത്തു നിന്ന് മരിച്ചു പോവുക എന്നൊക്കെ അവരൊക്കെ പേടിച്ചിരുന്നു. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമളാനിൽ നമുക്ക് കിട്ടേണ്ടത് നമ്മളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം. നമ്മൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങളെല്ലാം മരിച്ചു പോകണം. നമ്മൾ മരിക്കുന്നതോടു കൂടി നമ്മളെ പാപങ്ങളും മരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതിനാണ് പരിശുദ്ധ റമളാൻ നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ മിമ്പറയിലേക്ക് ഖുതുബ പറയാൻ വേണ്ടി കയറുമ്പോൾ, ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ 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 എന്ന് പറഞ്ഞു 3 തവണ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ റസൂലുള്ളാഹ്, നിങ്ങൾ ഖുതുബ പറയാൻ വേണ്ടി മിമ്പർപടി ഇങ്ങനെ കയറുമ്പോൾ, സ്റ്റെപ്പ് കയറുമ്പോൾ, ഓരോ സ്റ്റെപ്പ് ചവിട്ടുമ്പോഴും ആമീൻ, 2ാമത്തെ സ്റ്റെപ്പിൽ ആമീൻ, 3ാമത്തെ സ്റ്റെപ്പിലും ആമീൻ എന്ന് പറയാറുണ്ട്. എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അടുത്ത് ജിബ്രീൽ വരികയുണ്ടായി. ജിബ്രീൽ വന്ന് 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആമീൻ പറയണമെന്ന്. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് റഹിമ അൻഫുംരിഇൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫഖുൽതു ആമീൻ. ഒരാൾക്ക് റമളാൻ മാസത്തിൽ ജീവിക്കുവാനുള്ള തൗഫീഖും സൗഭാഗ്യവും ജീവിതവും അള്ളാഹു നൽകി, ആഫിയത്ത് നൽകി. എന്നിട്ട് ആ റമളാൻ കഴിഞ്ഞിട്ട് പോലും അവൻ്റെ പാപങ്ങൾ അള്ളാഹു അവൻക്ക് പുറത്തു കൊടുത്തില്ല. റഹിമ അൻഫ്, അവൻ നശിച്ചു പോകട്ടെ, അവൻ പരാജയപ്പെടട്ടെ, അവൻ നഷ്ടക്കാരിൽ പെടട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. റമളാൻ മുഴുവൻ കിട്ടിയിട്ടും നമ്മുടെ പാപങ്ങളൊന്നും പൊറുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ നോമ്പ് കൊണ്ടൊരു കാര്യമില്ല, നമ്മുടെ തറാവി നമസ്കാരം കൊണ്ട് കാര്യമില്ല, അതുപോലെ നമ്മളെ ദാനധർമ്മങ്ങൾ കൊണ്ടും ഒന്നും കാര്യമില്ല. അപ്പോൾ ആദ്യമായും പ്രഥമമായും ഉണ്ടായിരിക്കേണ്ടത് പാപങ്ങളെല്ലാം ഈ റമളാനിലൂടെ നമുക്ക് പൊറുക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ ഹദീസിൽ പ്രകാരം പറഞ്ഞു, റഹിമ അൻഫു റജുലിൻ, ഒരാൾ നശിക്കട്ടെ, പരാജയപ്പെടട്ടെ, ദഖല അലൈഹി റമളാൻ, അവനിലേക്ക് റമളാൻ വന്നു, സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, റമളാൻ അവനിൽ നിന്ന് കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ റമളാനിൽ നിന്ന് അവൻ മാറിപ്പോയി, എന്നിട്ടും അവൻ്റെ പാപങ്ങളൊന്നും അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ല. അവൻ നശിക്കട്ടെ, അവൻ പരാജയപ്പെടട്ടെ, അവൻ നഷ്ടക്കാരിൽ പെടട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപമോചനത്തിൻ്റെ മാസമാണ് പരിശുദ്ധ റമളാൻ. ഷഹ്റുൽ മഗ്ഫിറ എന്നാണ് പണ്ഡിതന്മാർ വിശേഷിച്ച്. പാപമോചനം കിട്ടണം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനം തേടണം,
പാപമോചനം തേടിയാൽ മാത്രമാണ് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അള്ളാഹു നമ്മോട് പറയാണ്, ഓ മനുഷ്യരെ, നമ്മുടെ വിശുദ്ധ ഖുർആനിലെ ഓരോ വചനവും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് നമ്മോടെ സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മോട്, മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ അഭിസംബോധനമാണ്. അതുകൊണ്ട് അള്ളാഹ് പറയണം, വസാരിഊ, മനുഷ്യരെ നിങ്ങൾ വേഗത്തിൽ വരണം, ധൃതിപ്പെട്ട് വരണം, ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, അവൻ്റെ സ്വർഗത്തിലേക്കും. ആ ജന്നത്ത് സ്വർഗത്തിൻ്റെ വിശേഷണം പറയാണ്, അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയേക്കാൾ വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണമെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾക്ക് പാപമോചനം ലഭിക്കണം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മറ്റൊരിടത്ത് പറഞ്ഞു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. സാബിഖൂ, നിങ്ങൾ മുസാബക്കത്താണ്. സാധാരണ കോമ്പറ്റീഷൻ, മത്സരത്തിനാണ് മുസാബക്കത്ത് എന്ന് പറയാം. നമ്മൾ ഓട്ട മത്സരം നടത്തുമ്പം നമ്മൾ ഓടുമ്പം ഒരാൾ ജയിക്കും, മറ്റൊരാൾ തോൽപ്പിക്കും. അതിനാണ് സാധാരണ മുസാബക്ക. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി മുസാബക്കത്ത് നടത്തണമെന്ന്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇസ്തിഗ്ഫാറും അള്ളാഹുവിൻ്റെ പാപമോചനം എനിക്ക് കിട്ടണേ എന്ന് നമ്മൾ നിരന്തരം അത് കിട്ടാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തണമെന്ന്. മടിയില്ലാതെ, മടുപ്പില്ലാതെ, അതുപോലെ ക്ഷീണമില്ലാതെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ് എനിക്ക് ഈ നോമ്പിലൂടെ കിട്ടേണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളെല്ലാം നാം ഒഴിവാക്കി. അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. റുബ്ബ സ്വായിമിൻ, എത്രയെത്ര നോമ്പുകാരുണ്ട്. പക്ഷേ ഹല്ലുഹു മിൻ സിയാമിഹി, അവൻ്റെ നോമ്പിൽ നിന്ന് അവൻക്ക് കിട്ടിയതെന്താണ്? ഇല്ല കുറെ വിശപ്പുണ്ടായി എന്നല്ലാതെ, വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നു എന്നല്ലാതെ അവൻ്റെ നോമ്പ് കൊണ്ട് ഒരു ഓഹരിയും അള്ളാഹുവിൻ്റെ അടുത്ത് അവനക്കില്ല, ഒരു പ്രതിഫലവും ഇല്ലാന്ന്. റുബ്ബ ഖായിമിൻ, എത്ര രാത്രി തറാവിഹി നമസ്കരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു മിൻ ഖിയാമിഹി, അവൻ്റെ തറാവിഹി നമസ്കാരത്തിന് അവർക്ക് കിട്ടിയ പ്രതിഫലം എന്താ? ഇല്ല സഹിർ, ആ സമയം കുറെ ഉറക്കൊഴിച്ച് എന്നല്ലാതെ, കുറെ മണിക്കൂറുകൾ അവൻക്ക് വേസ്റ്റായി എന്നല്ലാതെ അവൻ്റെ പാപങ്ങളൊന്നും പൊറുത്തിട്ടില്ല. അവൻ്റെ ഖിയാമുൽ ലൈൽ, തറാവിഹി നമസ്കാരം, രാത്രി നമസ്കാരമൊന്നും അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തരക്കാരിൽ നമ്മൾ പെടാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിനുള്ള പാപമോചനത്തിലേക്കും അതുപോലെ തന്നെ തൗബയിലേക്കും അങ്ങനെ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് വിശാലമായ സ്വർഗം നമുക്ക് ലഭിക്കുള്ളൂ. മാലാ ഐനും റഅത്ത് വലാ ഉദുനും സമിഅത്ത് വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിൽ ഇതുവരെ സങ്കല്പിക്കാൻ കഴിയാത്ത സുഖങ്ങളുടെ പറുദീസയാണ്, അനുഭവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഗ്ഫിറത്ത് കിട്ടണം. ഈ പരിശുദ്ധ റമളാനിൽ 30 ദിനരാത്രങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് മഗ്ഫിറത്തായിരിക്കണം. ഒരു മഹാനായ ഒരു പണ്ഡിതൻ പറഞ്ഞു, യഥാർത്ഥ സൗഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, അത് സഈദ് എന്ന് പറഞ്ഞാൽ, വിജയിച്ചവൻ എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായി പരിപൂർണമായി സന്തോഷവാൻ, സൗഭാഗ്യവാൻ എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞെങ്കിൽ മൻ മാത വമാതതു മഅഹു ദുനൂബുഹു എന്നാണ്. ഒരാൾ മരിക്കുമ്പോൾ ആ മരിക്കുന്നതോട് കൂടി അവൻ്റെ പാപങ്ങളും മരിച്ചു പോകണം. അവനാണ് യഥാർത്ഥത്തിൽ സന്തോഷവാൻ, സൗഭാഗ്യവാൻ, വിജയി എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളിലൂടെ നമ്മുടെ പാപങ്ങളും മരിച്ചു പോകുന്ന അവസ്ഥയിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള സൗഭാഗ്യം ഈ പരിശുദ്ധ റമളാനിലൂടെ നമ്മൾ ഈ ചെയ്തു കൂട്ടിയ നോമ്പിലൂടെ, അതുപോലെ തന്നെ മറ്റുള്ള പുണ്യകർമ്മങ്ങളിലൂടെ ഒക്കെ കിട്ടേണ്ടത് പാപങ്ങൾ പൊറുക്കപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായിക്കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ്റെ നോമ്പ് കൊണ്ട് കാര്യമില്ല, അവൻ വെറുതെയാണ് നോമ്പെടുക്കുന്നതും രാത്രി നമസ്കരിക്കുന്നതും അതുപോലെ ഉംറയും ഹജ്ജുമെല്ലാം നിർവഹിക്കുന്നതൊക്കെ വെറുതെയാണ്. കാരണം ആ കർമ്മങ്ങൾ ചെയ്യുന്നതോടു കൂടി അവൻ്റെ പാപങ്ങൾ
അവൻക്ക് പൊറത്ത് കിട്ടണം എന്നായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പാപങ്ങൾ പൊറത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. 5 കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ 5 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനും ഇസ്ലാമും നമ്മെ പഠിപ്പിച്ചു. ആ 5 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വഴികൾ. അതിൽ ഒന്നെന്താണ്? തൗബയാണ്, നിഷ്കളങ്കമായ പശ്ചാത്താപം. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിനോട് തൗബതൻ നസൂഹ എന്ന് പറഞ്ഞാൽ തൗബതൻ സ്വാദിക്ക, സത്യസന്ധമായ തൗബ. എന്താ തൗബ എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറയുക. ഇനി ആ പാപങ്ങളിലേക്ക് ഞാൻ പോവുകയില്ല നിശ്ചയിക്കുക. ആ പാപങ്ങളെ ഓർത്ത് കരയുക. ഇതാണ് തൗബ. അത് പ്രത്യേകമായ സമയമോ സന്ദർഭമൊന്നും ആവശ്യമില്ല. തൗബക്ക് പ്രത്യേകമായ ഒരു സദസ്സിന്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലൊക്കെ തൗബക്കായി പ്രത്യേക സദസ്സുകൾ 27 രാവിലും ഒറ്റയിട്ട് രാവിലേക്ക് സംഘടിപ്പിക്കും. അങ്ങനെ കുറെ ആളുകളും ഉസ്താദുമാരും കൂടിയിട്ട് ഇങ്ങനെ തൗബ, അങ്ങനെ ഒരു തൗബ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നമുക്കൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ നടത്താൻ സാധിക്കുന്ന രൂപത്തെ തൗബ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ജീവിക്കുന്ന മുമ്പ് എല്ലാം പൊറുക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്നാൽ നിഷ്കളങ്കമായ നിഷ്കപടമായ നമ്മളുടെ തൗബ അള്ളാഹുവിനോട്. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ നമ്മൾ ചിലതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്തുള്ള കിതാബ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങൾ ചിലപ്പോൾ അള്ളാഹുവിനോട് അതിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പടച്ചോൻ നമ്പുരാനെ നമ്മൾ ആ ചെയ്ത കൂട്ടിയ പാപങ്ങൾ അത് നമ്മൾ ഓരോന്ന് എടുത്ത് പറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യണം, പശ്ചാത്തപിച്ച് മറക്കണം. അത്താഇബു കമൻ ലാ ദംബല എന്നാണ്. ഒരു തൗബ ചെയ്തവൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ്. അള്ളാഹുൽ പങ്ക് ചേർത്തിട്ടുണ്ടെങ്കിലും ഷിർക്കാണ് ഏറ്റവും വലിയ പാപം. ഷിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അള്ളാഹു ഉദ്ദേശിച്ച പുറത്തു കൊടുക്കും. പക്ഷേ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി നമ്മൾ തൗബ ചെയ്ത് ഷിർക്കിൽ നിന്ന് മാറി നിന്നാൽ അതുപോലും അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം തൗബ ചെയ്യലാണ്. രണ്ടാമത്തെ കാര്യം ഇസ്തിഗ്ഫാറാണ്. അതാണ് പാപമോചനം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി ഇഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം അസ്തഗ്ഫിറുല്ലാഹ് വതുബ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ഇരിക്കുന്ന സമയത്തും പറഞ്ഞുകൊണ്ടേയിരിക്കുക. സദസ്സുകളിലും ഏത് സമയത്തും, നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ ഓഫീസിലാവുമ്പോൾ, എല്ലാം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചുണ്ടിൽ നിന്ന് വരേണ്ട അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി ഇഗ്ഫിർലി റബ്ബി ഇഗ്ഫിർലി. നിങ്ങൾ വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിലൊക്കെ നോക്കി എവിടെയും അല്ലാഹു ഇഗ്ഫിർലി റബ്ബി ഇഗ്ഫിർലി വർഹംനി. അതുകൊണ്ട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. മരണത്തിന് മുമ്പ് നല്ല മരണവും പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായി മരിക്കാനുള്ള അവസരമാണത്. മൂന്നാമതായി അൽ ഹസനാത്തുൽ മാഹിയത്തുൽ ലിദ്ദുനൂബ്. ചില കർമ്മങ്ങൾ, ചില പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഉളൂ ചെയ്താൽ, നമ്മൾ ഉളൂ ചെയ്യുമ്പോൾ നമ്മളെ മുഖത്തുണ്ടായ നമ്മൾ കണ്ടുകൊണ്ട് കണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അതെല്ലാം നമ്മൾ മുഖം കഴുകുമ്പോൾ ഉളൂയോട് കൂടി വെള്ളം എത്തുമ്പോൾ പുറത്തു പോകും. അതുപോലെ കൈ കഴുകുമ്പോൾ, അങ്ങനെ അതുപോലെ തന്നെ ഈ ദീനി സദസ്സിലേക്ക് നടന്നു വരുമ്പോൾ, ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ, നമ്മൾ ഇരിക്കുന്ന ഈ സമയം അത്രയും നമ്മളെ പാപം പൊറുക്കാൻ വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് അല്ലാഹു ഗഫിർ ലഹു അല്ലാഹു ഇർഹംഹു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന സദസ്സ് അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ റഹ്മത്തിന്റെ മലക്കുകൾ കൂടിയിരിക്കുന്ന സദസ്സാണ്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അത്രമാത്രം പ്രാധാന്യവും മഹത്വമുള്ള ദീനി സദസ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ദീനി സദസ്സിൽ വന്നിരിക്കുക, ദീൻ പഠിപ്പിക്കുക, ദീൻ പഠിക്കുന്ന സംവിധാനങ്ങളും അതൊക്കെ എവിടെയുണ്ട് തെരഞ്ഞു പിടിച്ച് നമുക്ക് കിട്ടുന്ന ഈ ഒഴിവ് സമയത്ത് അവിടെ പോവുക. അപ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും നമുക്ക് കൂടുതൽ അറിയാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ദീനി സദസ്സാണ് ഇപ്പോൾ. അതുകൊണ്ട് ഈ സദസ്സ് നമ്മൾ ഇരിക്കുന്ന സമയം അത്രയും നീയത്ത് ശരിയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. അതുകൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മറ്റൊരു കാര്യമാണെന്ത്? പുണ്യകർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. കുല്ലു ബിനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ സന്തതികളെല്ലാം തെറ്റ് ചെയ്യും. പക്ഷേ ആ തെറ്റ് ചെയ്യുന്നവരിൽ, പാപം ചെയ്യുന്നവരിൽ, തിന്മ സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവരാരാണ്? തൗബ ചെയ്യുന്ന ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
നാലാമത്തെ കാര്യം അൽ മുസീബാത്ത്, നമ്മുടെ ജീവിതത്തിലേക്ക് ചില പരീക്ഷണങ്ങൾ, അതുപോലെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ വരും. അവിടേക്ക് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കല്ലുമ്മേൽ കാലുവന്ന് കുത്തി വേദനിച്ചു, അല്ലെങ്കിൽ മുള്ളു തറച്ചു, അങ്ങനെ പല വിധേനയുള്ള പരീക്ഷണങ്ങളും മുസീബത്തുകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് അള്ളാഹു എനിക്ക് ഏകിയതാണ്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് സംഭവിച്ചു എന്ന് വിശ്വസിച്ച് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു വഴിയാണ് അത്. അഞ്ചാമതായി പറഞ്ഞു അൽ ഇസ്തിഗ്ഫാറുൽ ആഖിരീൻ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കണേ. നമ്മളൊക്കെ നമ്മളെ മാതാപിതാക്കളോടും മക്കളോടും ഭാര്യയോടൊക്കെ പറഞ്ഞു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹുൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ. ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആദ്യമായി ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച ആദം നബി മുതൽ അവസാന നാള് വരെ ആളുകൾക്കൊരു പുണ്യം ചെയ്ത പ്രതിഫലമാണ് നമുക്ക്. എത്ര കോടിക്കണക്കിന് ആളുകളുണ്ട്, എത്ര ആളുകൾ മരിച്ചുപോയി, എത്ര ആൾ ജീവിച്ചുപോയി, നമുക്കൊന്നും കണക്കറിയില്ല. പക്ഷേ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹുൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് അള്ളാഹു എത്ര മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്, ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്കൊക്കെ ഒരു പുണ്യം ചെയ്ത് അവർക്കൊക്കെ ഒരു ഇസ്തിഗ്ഫാർ നടത്തിയൊരു കൂലി, ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. അങ്ങനെ ഒട്ടനവധി പ്രതിഫലങ്ങളും അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളും ഈ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ പരിശുദ്ധ റമളാനിൽ ഈ നോമ്പിലൂടെ നമുക്ക് ഏറ്റവും കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള മഅ്ഫിറത്തായിരിക്കണം, തൗബയായിരിക്കണം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ റസൂലേ ഞാൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കണേ എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞു, ആയിഷ നീ ഇങ്ങനെ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതാണ് പറയാൻ പറഞ്ഞത്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു ദിനമാണ്. ഒരാള് 1000 മാസം ജീവിക്കുക, അതായത് 83 വർഷവും 3 മാസവും ജീവിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പുണ്യത്തിന്റെ പ്രതിഫലം ഒറ്റ രാവിൽ കിട്ടും. ആ സമയത്ത് പോലും എന്താണ് ചെല്ലാൻ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇരിക്കുന്ന സമയവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മൾ നോമ്പ് തുറക്കുന്ന വരെ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ ഗഫൂർ ഗഫാറും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.